എനിവേസ് അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. മഞ്ചേരിയിലെ സ്വർണ്ണ കവർച്ച നാടകം പൊളിച്ചടുക്കി പോലീസ്. കാട്ടുങ്ങലിൽ സ്വർണ്ണാഭരണ വ്യാപാരികളെ ആക്രമിച്ച് 117 പവൻ സ്വർണം കവർന്ന കേസിലാണ് 2 പ്രതികൾ പിടിയിലായത്. തിരൂർക്കാട് കടവത്ത് പറമ്പ് വീട്ടിൽ ബാലന്റെ മക്കളായ സിവേഷ്, ബെൻസു എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ മൂന്നാമതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ വൈകുന്നേരം ഒരു 6:30 ആ സമയത്ത് നടന്നിരുന്ന റോബറിയിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിക്കവറി നടപടികളടക്കമുള്ള കാര്യങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 പ്രതികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇതിൻ്റെ കാരിയറായിട്ടുള്ള ഈ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം കൊണ്ടുവരുന്ന ബൈക്കിൽ കൊണ്ടുവരുന്ന വ്യക്തി ഒരാൾ തന്നെയാണ് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ, ഒരു ശിവേഷ്. പിന്നെ അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. അതിലൊരു ബെൻസുവിനെ നമ്മൾ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്നാമതൊരാളെ നടപടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും ആ ഒരു സാഹചര്യം വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞ സമയം, പ്രത്യേകിച്ച് നോമ്പുകാരുടെ സമയമെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പോയിന്റിൽ ഇവർ തന്നെ സ്റ്റേജ് ചെയ്ത ഒരു മാറ്ററായിരുന്നു. അതിൽ ഏറ്റവും സ്വിഫ്റ്റായിട്ട് പോലീസിന് ആക്ട് ചെയ്യാൻ ഇതിനകത്ത് കഴിഞ്ഞതിന് കാരണം ഒരു സിവിലിയൻ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഇടപെടലാണ്. അയാളുടെ പേര് മുഹമ്മദ് മുൻഷിൻ. അദ്ദേഹമാണ് ഈ സംഭവം കാണുമ്പോൾ, നേരിൽ കണ്ടപ്പോൾ അതിലെ ദുരൂഹത മനസ്സിലാക്കി പുറകെ ഒന്ന് പോയി നോക്കുകയും ആ വെഹിക്കിളിൻ്റെ ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് എടുത്ത് പോലീസിന് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ആക്ടിൽ നിന്ന് നമുക്കത് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോലീസിന് പറ്റി. വാഹനം ട്രേസ് ചെയ്യുന്ന അടക്കവും മറ്റ് തുടർന്നുള്ള നടപടികളെല്ലാം വളരെ ത്വരിതപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞു. എനിവേസ് അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് പരിസമാപ്തിയിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് വിൽ ഫോളോ. ഈ ശിവേഷ് എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് പ്രിറ്റി മച്ച് ഓഫ് ക്രിമിനൽ ആൻസിഡൻസ്. ആൾക്ക് ഒരു റോബറി കേസിലെ പ്രതിയാണ്, പോക്സോ കേസുണ്ട്, NDPS കേസുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇയാളെ തന്നെയാണ് ഈ ജ്വല്ലറിയിൽ ജോലിക്ക് നിയോഗിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഇയാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ച സമയത്ത് വിശ്വാസമുള്ള 2 പേരും കൂടി കൂട്ടി ഇത് സ്റ്റേജ് ചെയ്ത് വേറെ പേരറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ അറിയില്ലാത്ത ആൾക്കാർ വന്ന് ചെയ്തു എന്നുള്ള രീതിയിൽ അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. അത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാനും കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യനിങ്ങിൽ തന്നെ അതും തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ASPയുടെ നേതൃത്വത്തിലുള്ള ടീം അത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ ഒഴിവായി. കവർച്ച ചെയ്യപ്പെട്ട നിഖില ബാംഗിൾസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ സിവേഷ് ആണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. സ്ഥാപനത്തിലെ സ്വർണം ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും ഇയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഇയാൾ ആസൂത്രണം നടത്തി സഹോദരനായ ബെൻസുവിനെയും മറ്റു പ്രതികളെയും വിവരങ്ങൾ അറിയിച്ച ശേഷം കവർച്ചയ്ക്ക് പദ്ധതി തയ്യാറാക്കുകയായിരുന്നുവെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ വരുന്നവരെ കടകളിൽ വെള്ളം കുടിക്കാനായി കയറിയിറങ്ങി കൂട്ടുപ്രതികൾക്ക് ആക്രമിക്കാൻ സൗകര്യമൊരുക്കി നൽകുകയായിരുന്നു. ആളൊഴിഞ്ഞ ഭാഗത്ത് സ്കൂട്ടർ നിർത്തി മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രതികൾ രക്ഷപ്പെടുന്നത് കണ്ട് സംശയം തോന്നിയ ഇരുമ്പുഴി സ്വദേശി മുഹമ്മദ് മുൻഷിർ പ്രതികളെ പിന്തുടർന്ന് ബൈക്കിന്റെ ഫോട്ടോ എടുത്ത് മഞ്ചേരി പോലീസിന് കൈമാറിയത് കേസിൽ നിർണായകമായതായി പോലീസ് പറഞ്ഞു. ചാനൽ 10 മഞ്ചേരി. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.